എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ തന്നെ ചൂടുപിടിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഒരു വീഡിയോ ചെയ്യണമെന്ന് പേഴ്സണലി ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ അത്യാവശ്യവുമാണ്, അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളെയും ഞാൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു, എല്ലാ വാർത്തകളും കാണുന്നുണ്ട്, എല്ലാ പത്രങ്ങളിലും വായിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പ്രതികരിക്കണമെന്ന് തോന്നിയെങ്കിലും ഞാൻ പേഴ്സണലി ഞാൻ അതെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. വേണ്ട, എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന്. പക്ഷേ ഒരു കാര്യം ഇന്നലെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയും വിവരമില്ലായ്മയും ഒരു തെറ്റല്ല. പക്ഷെ അത് അലങ്കാരമായി കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വളരെ, അതായത് നമ്മുടെ കേരളത്തിലെ അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇമാതിരി കോപ്രായങ്ങളൊക്കെ പോയി കാണിച്ചിട്ട് അവിടെ നിന്നുള്ളവരുടെ വോട്ടൊക്കെ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാം. ബാക്കി ഞാൻ മുഴുവനും കാണിക്കുന്നില്ല. എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അതായത് നമ്മുടെ പാലക്കാട് UDF സ്ഥാനാർത്ഥി ശ്രീ രമേശ് പിഷാരടി ഒരു മണ്ഡലത്തിലേക്ക്, അതായത് പാലക്കാട് തന്നെയുള്ള ഒരു പ്രദേശത്തേക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ ചെല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതൊരു ആ തടഞ്ഞ വ്യക്തി, അതായത് ആ തടഞ്ഞ നീല ചുരിദാർ ഇട്ടേക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്ന ഒരു BJPയുടെ കൗൺസിലർ ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും വിവരമില്ലാത്ത, ബോധമില്ലാത്തവരെയൊക്കെയാണ് ആരാണ് പിടിച്ച് കൗൺസിലർ ആക്കിയതെന്ന് കൂടി ഒരു സംശയം എനിക്കുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും, പ്രത്യേകിച്ച് എന്റെ രാഷ്ട്രീയ ആദർശങ്ങളും എന്റെ നിലപാടുകളും എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം. പക്ഷേ വസ്തുതകൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ മോശമായി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ വെള്ളപൂശാനോ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജുകൾ ഉപയോഗിച്ചിട്ടില്ല. വളരെ കൃത്യവും വസ്തുനിഷ്ഠവുമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ബാക്കിയുള്ള രാഷ്ട്രീയവും ചിന്തകളും എല്ലാം തികച്ചും വ്യക്തിപരം മാത്രമാണ്. ആ ആശയങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരിക്കലും എന്റെ ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കാറില്ല, എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കാറില്ല. ഇതിനകത്ത് എനിക്ക് പറയാറുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ദയവായിട്ട് നമ്മുടെ BJPയുടെ ഈ കൗൺസിലർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഒന്ന് കേൾക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കേരള ചരിത്രത്തിൽ ഒരു നോ ഗോ സോൺസ് പ്രദേശങ്ങളില്ല. നിങ്ങൾ എല്ലാവരും നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ നോ ഗോ സോൺസ് പ്രദേശങ്ങളില്ല. അതായത് ഇവിടെ പ്രവേശിക്കാൻ പാടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കുത്തകയുള്ള പ്രദേശമാണ് എന്ന് പറഞ്ഞ് ഇവിടെ മറ്റൊരു പാർട്ടിക്ക് പ്രചരണത്തിന് അവകാശമില്ല എന്ന് പറയാനുള്ള ഒരു പ്രദേശവും കേരള ചരിത്രത്തിൽ ഇല്ല, കേരളത്തിൽ എവിടെയുമില്ല. ഇതിനേക്കാളും വലിയ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും കുത്തകകളായിട്ടുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും വോട്ട് പിടിക്കുന്നുണ്ട്, പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അത് തികച്ചും ഭരണഘടന നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 19 1 ക്ലോസ് A അതിനകത്തുള്ള തികച്ചും സ്വാതന്ത്ര്യം എന്ന് പറയും. സംഘടനാപരമായ സ്വാതന്ത്ര്യം, സമ്മേളനത്തിലുള്ള സ്വാതന്ത്ര്യം, തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. അത് എവിടെ വേണമെങ്കിലും ചെയ്യാം. ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. പക്ഷെ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്ന് ദയവായി എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾ ഇതുപോലുള്ള വിവരക്കേടുകൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വോട്ട് കൂടി, അതായത് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവുമുള്ള ജനങ്ങൾ ഇത് തിരിച്ചറിയും. ഇങ്ങനെ ഒരാളെ പോലും തടയാൻ ആർക്കും അവകാശമില്ല. ശ്രീ രമേശ് പിഷാരടി ഇതിനെ നേരിട്ടതിനെ വളരെ അഭിനന്ദാർഹമായിട്ടാണ്, വളരെ പക്വതാപരമായിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യത്തെ നേരിട്ടത്. കൂടെയുള്ള പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയും ഈ പ്രചരണ സമയത്ത് ഒരു കയ്യാങ്കളിയോ വാക്കേറ്റമോ വേണ്ട എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് പോവുകയുമാണ് ശ്രീ രമേശ് പിഷാരടി ചെയ്തത്. അദ്ദേഹത്തിന്റെ അതായത് ഒരു സ്ഥാനാർത്ഥിക്കും ഒരു ജനപ്രതിനിധിക്കും വേണ്ട ഏറ്റവും നല്ല മര്യാദപരമായ, അതായത് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട പരസ്പര ബഹുമാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതാണ് ശ്രീ രമേശ് പിഷാരടി അവിടെ കാഴ്ചവെച്ചത്. അത് തികച്ചും അഭിനന്ദാർഹമാണ്. അതായത് വാക്സാമർത്ഥ്യം കൊണ്ടോ അല്ലെങ്കിൽ കയ്യാങ്കളി കൊണ്ടോ കയ്യേറ്റം കൊണ്ടോ അല്ല ഇലക്ഷൻ പ്രചരണം നടത്തേണ്ടത്. തങ്ങളുടെ നല്ല ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക.
നിങ്ങൾക്ക് എന്തൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള നല്ല പരസ്പര ബഹുമാനത്തോടുള്ള സംവാദങ്ങളും ആശയങ്ങളുമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അല്ലാതെ കയ്യാങ്കളിയല്ല. BJP കൗൺസിലറോടാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ ഒന്നുമല്ലെങ്കിലും അത്രയും ആ മുനിസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലർ അല്ലേ. UDFന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ തങ്ങളുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമോ എന്ന ഭയമാണോ താങ്കളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മൾ അങ്ങനെ ഭയപ്പെടുന്നത്? ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നതിന്റെ പേരിലല്ല വോട്ട് മാറിപ്പോകുന്നത്. അവിടെ വന്നു, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് പറയാം. അപ്പോ നിങ്ങൾക്ക് തന്നെ ഭയമുണ്ടല്ലേ? അതായത് നിങ്ങളുടെ ആശയങ്ങൾക്കൊരു വ്യക്തതയോ സ്ഥിരതയോ അല്ലെങ്കിൽ ഒരു ഉറപ്പോ ഇല്ലാന്ന് നിങ്ങൾക്ക് തന്നെ ഭയമുണ്ട്. അതാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ ഭയക്കുന്നത്. നിയമപരമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഈ നടന്നിരിക്കുന്നത്. ഇത് കേസെടുക്കാനുള്ള വകുപ്പുമുണ്ട്. അതായത് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി എല്ലാവർക്കും പ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നതെന്നും ഇത് നിയമപരമായി കുറ്റകരമാണെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് രീതികളൊന്നും നമ്മുടെ കേരളത്തിൽ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാനും പറ്റത്തില്ല കേട്ടോ. പ്രചരണ രീതികളെല്ലാം വളരെ സ്വതന്ത്രപൂർവ്വമായി നീതിപൂർവ്വമായി മുന്നോട്ട് നടത്തുക. അതിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു വ്യക്തിയാണ്. പേഴ്സണലി BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് പല കാര്യങ്ങളിലും യോജിക്കാൻ പറ്റില്ല എങ്കിലും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വളരെ ബഹുമാനമുള്ളതാണ്. പക്ഷേ അവരോട് പോലും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രചരണ സമയമാണ്, അവർ കാണിച്ച വിവരക്കേട് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഏതോ പീഡന കേസിൽ പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രതികരിച്ചതിനെ എന്താ പറയുന്നത്, അതുകൊണ്ടാണ് തടഞ്ഞത്, സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് തടഞ്ഞതാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചത്, എന്തൊക്കെയോ അവർ പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാണിച്ച തെറ്റാണെന്നും വിവരക്കേടാണെന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വെള്ളപൂശലാണ് അവിടെ കണ്ടത്. അല്ലാതെ വ്യക്തമായ കാരണങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. എങ്കിലും ഒന്നുകൂടി ഞാൻ പറയുക, എന്റെ പിന്നെ UDFന്റെ ആയാലും LDFന്റെ ആയാലും BJPയുടെ ആയാലും പ്രവർത്തകരോടാണ്, ഇലക്ഷന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ നല്ല ചൂടുപിടിച്ച് നടക്കട്ടെ, നല്ല രീതിയിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കട്ടെ, എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കട്ടെ. ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനോടും വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശം എല്ലാ സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. അവിടെ തടയാനുള്ള അവകാശം ആർക്കുമില്ല. അത് ജനാധിപത്യപരമായിട്ടുള്ള ഇലക്ഷന്റെ, അതായത് തിരഞ്ഞെടുപ്പിന്റെ അട്ടിമറി ശ്രമമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെയ്തവർക്കെതിരെ നടപടി എടുക്കാനുള്ള പിന്നെ സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനാണുള്ളത്. അത് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യും. അപ്പം ശ്രീ രമേശ് പിഷാരടിയ, രാഷ്ട്രീയപരമായി എനിക്ക് വിയോജിപ്പുണ്ട് എങ്കിൽ പോലും താങ്കൾ ഈ കാണിച്ച പ്രവൃത്തിയോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നു, ഒരിക്കലും നമ്മൾ എന്താ പറയുന്നത്, സംഘബലം കൊണ്ടല്ല ഇതിനൊക്കെ തിരിഞ്ഞടി അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ടതെന്നും ആശയങ്ങളാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതെന്നും നമ്മുടെ പ്രചരണ പരിപാടികളെല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ ഏപ്രിൽ 9 ബഹുമാനപ്പെട്ട BJP കൗൺസിലറെ, പേരെനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, അറിയാമെങ്കിൽ പേര് പറയാൻ എനിക്ക് താല്പര്യവുമില്ല, എങ്കിലും BJP കൗൺസിലറെ 9 ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരാണ് തീരുമാനിക്കേണ്ടത് ആര് വേണം ആര് വേണ്ട എന്ന്. അതായത് 10 പേര് വോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ, അതായത് 5 വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ ജയിക്കുന്നത്. അതിൽ പകുതി പേര് മാത്രമേ അവരെ അനുകൂലിക്കുന്നുള്ളൂ, പകുതി പേര് പ്രതികൂലിക്കുന്നു. എങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ തന്നെയായിരിക്കും അവിടെ വിജയിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരണം തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ പ്രചരണ സമയത്തൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ, എന്നെ പോലെയുള്ള സാധാരണ ജനങ്ങൾ വീണ്ടും ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വിചാരിക്കുന്നവർ കൂടി വോട്ട് ചെയ്യാതെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ സംയമനത്തോടെയും അല്ലെങ്കിൽ ആശയങ്ങൾ വഴിയും സംവദിക്കുക. അംഗബലം കാണിക്കേണ്ടത് സമയമല്ല ഇത്. അത് ആ അംഗബലത്തിലൂടെ തിരിച്ചടി കൊടുക്കേണ്ട സമയവുമല്ല ഇത്. നല്ല രീതിയിൽ പ്രചരണം നടത്തുക. എന്തായാലും ഇലക്ഷനൊക്കെ നല്ല രീതിയിൽ നടന്നു പോകട്ടെ. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ.